ഹലോ പ്രിയപ്പെട്ടവരെ, ഇതെന്താ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാ മൂട്ടിപ്പഴത്തിൻ്റെ തോടാണ്. ഈ തൊണ്ടിന് ഒത്തിരി ഔഷധ ഗുണമുണ്ട് കേട്ടോ. നെല്ലിക്കായേക്കാൾ ഔഷധ ഗുണമുള്ളതാണ് ഈ മൂട്ടിപ്പഴം. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ടല്ല ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി. അതിൻ്റെ കുറച്ച് ഇത് തോടെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് 2-3 ദിവസമായി ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. നല്ല കളറായിട്ടിരുന്നതാണ് ഇപ്പോൾ ഇത്. അപ്പം ഇത് ചുമ്മാതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പുളിയും മധുരവും ഉണ്ട്. ഇത് നെല്ലിക്കായേക്കാൾ ഔഷധ ഗുണമുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് അച്ചാറിട്ട് നോക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ലെണ്ണയാണ് ഞാൻ അച്ചാറിനെല്ലാം എടുക്കുന്നത്. നമുക്കൊരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കോരി മാറ്റിയിട്ട് നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അല്ലെ ഇഞ്ചി അങ്ങ് കരിഞ്ഞു പോകും. ഇഞ്ചി ഇട്ട് കൊടുക്കാമേ. ഇഞ്ചി എളുപ്പം മൂത്ത് കിട്ടും. മൂത്തിട്ടുണ്ട്. നമുക്ക് ആ ഇഞ്ചിയും കൂടെ എടുത്തിട്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒക്കെ എടുക്കാം. നമ്മൾ മൂപ്പിച്ചെടുത്തു. അച്ചാറിന് ചിലരൊന്നും കരിയാപ്പില ഇടത്തില്ല. ഞാനിപ്പോൾ ഇതിന് ആദ്യമായിട്ടിട്ടതാണ്. ഇനി നമുക്ക് സ്വല്പം ഉലുവ എന്നിട്ടേക്കാം. ഉലുവ പൊടിയും ഇടുന്നുണ്ട്. തീ നിർത്തിയിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അച്ചാറിനൊക്കെ എൻ്റെ സ്വന്തം അരപ്പുകളാണ്, അല്ലാതെ അച്ചാർ പൊടി ഞാൻ ഉപയോഗിക്കത്തേ ഇല്ല. പൊടിയും കൂടെ ഇടണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഇനി ചെയ്യേണ്ടത് കുറച്ച് വിനാഗിരി ഒഴിക്കണം. സിർക്ക വിനാഗിരിയാണ് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് നിലനിർത്തുന്നത്. അപ്പം ഞാനിത് ആവിയിലൊന്ന് വേവിച്ചെടുത്തത് അതിനി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ മൂട്ടിപ്പഴത്തിൻ്റെ തോട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നെല്ലിക്കയൊക്കെ അച്ചാറിടുന്ന പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേ കൂടുതൽ ചുരുക്ക ഒഴിച്ച് കൊടുത്തത് കൊണ്ട് ഇനി നമുക്ക് സ്വല്പം തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അല്ല, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു അച്ചാറിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് കായമാണ്. കായം ഇതുവരെ ഇട്ടില്ല. കായം കൂടെ ഇട്ടിട്ട് ഇനി കുറച്ച് തിളച്ച വെള്ളവും കൂടെ എടുത്ത് അതേലൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ അച്ചാറ് റെഡി. ഇച്ചിരി വെള്ളവും തിളച്ച വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വേകണം. നിങ്ങൾ ആരും എനിക്ക് തോന്നുന്നില്ല മൂട്ടിപ്പഴത്തിൻ്റെ അച്ചാർ കൂട്ടിയിട്ടുണ്ടോയെന്ന്. എന്നാന്നറിയാമോ? ഇത് കാട്ടിലുണ്ടായ ഒരു ഫ്രൂട്ടാണ്. അപ്പം ഞാൻ വണ്ണപ്പുറത്ത് പോയി ഇത് വാങ്ങിച്ച. അപ്പം ആ തന്ന ജെറിൻ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇത് നെല്ലിക്കായേക്കാൾ ഔഷധ ഗുണമുള്ളതാണ്. ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെ ആളുകൾ വന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ എനിക്കും അതിശയം തോന്നി. അങ്ങനെ ഞാനിനി അതിൻ്റെ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കണം. ജ്യൂസും സ്ക്വാഷും ഉണ്ടാക്കണം. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഹാ, അപ്പോൾ മൂട്ടിപ്പഴത്തിൻ്റെ അച്ചാർ വേണമെങ്കിൽ ഇവിടെ സമീപിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് ഒരു 2 ദിവസം കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇളകി വരും. ഞാൻ ഇതിൻ്റെ തീ കുറയ്ക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂട്ടിപ്പഴത്തിൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളിങ്ങനാണോ അച്ചാർ ഉണ്ടാക്കുന്നത്? അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.